ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ മധു കങ്കരിയ രചിച്ച ഫാइल എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. एक दिन जब लेखिका और श्यामली दी बात कर रहे थे तो दी ने पूछा, क्या तुम जानते हो कि दुनिया का सबसे बड़ा सुख क्या है? അപ്പോൾ ഒരു ദിവസം ലേഖികയും ശ്യാമിലി ദിയും കൂടി സംസാരിക്കുന്ന സമയത്ത് ദീ ചോദിക്കുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന്. कोई भी जवाब नहीं दे पाया तो दी बोली. അങ്ങനെ ആർക്കും മറുപടി പറയാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ദീദി തന്നെ ആൻസർ പറയാണ്, ദുനിയ കാ സബ്സെ ബഡാ സുഖ് ഹൈ നിസ്വാർത്ഥ സാത്വിക് സുഖ്. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള സുഖമാണ് എന്ന്. जब दी के सम्मुख बैठे किसी को भी उनकी बातों का सार समझ नहीं आया तो वह अपने जीवन की एक स्मृति के बारे में सबको बताने लगी. അങ്ങനെ ഈ ദീദി ഉദ്ദേശിച്ചത് എന്താണെന്ന് അതിന്റെ ഒരു അർത്ഥം ആർക്കും മനസ്സിലായില്ല എന്ന് ദീദിക്ക് മനസ്സിലായി. അപ്പൊ ദീദി എന്ത് ചെയ്തു, തന്റെ ഒരു എക്സ്പീരിയൻസ് ഈ മുന്നിലുള്ള ആളുകളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. वह उस समय की बात है जब वह सिनी आशा में थी. वह स्ट्रीट चिल्ड्रन के लिए सबसे नामी സ്വയം സേവി സംസ്ഥ ഹെ. അപ്പം ശ്യാമിലി ദി ഈ സിനി ആശ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് സമയം ചിലവഴിച്ചിരുന്ന ഒരു കാലാണ്. അപ്പൊ ഈ സിനി ആശ എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഒരു സംസ്ഥ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ ആണ്. കൊൽക്കത്ത മേ സ്ഥിത് ഹെ, കൊൽക്കത്തയിലാണ് ഉള്ളത്. सिनी आशा के मकान के दीवार पर लिखा था, देखो देखो गधा मूत रहा है. അപ്പോ ശ്യാമിലി ദി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ബിൽഡിങ്ങിന്റെ വാളില് എഴുതി വെച്ചിരിക്കുകയാണ്, നോക്കൂ നോക്കൂ ഒരു കഴുത യൂറിനേറ്റ് ചെയ്യുന്നത് നോക്കൂന്ന്. സഫേദ് ദീവാർ पर बहुत बार लिख दिया कि यहाँ मूतना मना है, फिर भी लोग मूत कर चले जाते हैं, इसलिए तृप्ति दी ने यह नया उपाय ढूंढा था. അപ്പോ ഈ ഒരു വാളില് കുറെ പ്രാവശ്യം അവർ എഴുതി വെച്ചു, ഇവിടെ യൂറിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്, ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് പോലെ അവര് വെച്ചു. പക്ഷെ എന്നാലും ആളുകൾ ഇവിടെ തന്നെ യൂറിനേറ്റ് ചെയ്തിട്ട് പോവുള്ളൂ. അപ്പൊ അവസാനം അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളാണ് ഈ തൃപ്തിദി. തൃപ്തിദിയുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇങ്ങനെ എഴുതുക എന്നുള്ളത്. അപ്പൊ നോക്കൂ നോക്കൂ ഒരു കഴുത മൂത്രം ഒഴിക്കുന്നു എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാല് ആൾക്കാര് യൂറിനേറ്റ് ചെയ്യണത് നിർത്താൻ വേണ്ടിയിട്ട്. ശ്യാമിലി ദി ജബ് അന്തർ ഗയി तो वहां पसीने की बू से लथपथ करीब 40 स्त्रियां थी. वे प्लेटफॉर्म ജുഗ്ഗി ജോപ്പിടിയോ ഓർ ഫുട്പാത്തോ കി രഹനെ വാലി थी. അപ്പൊ ശ്യാമിലി അകത്തേക്ക് ചെന്നപ്പോഴ് അവിടെ ഒരു 40 സ്ത്രീകൾ സാരിയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്നൊക്കെ പസീനയ്ക്ക് ബൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വേർപ്പിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇവരാണെങ്കിൽ പ്ലാറ്റ്ഫോമിലും അതേപോലെ തന്നെ കുടിലുകളിലും ഫുട്പാത്തിലും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. ഉൻകെ ബച്ചോ കോ മുഫ്ത് മേ ഹോസ്റ്റൽ മേ ഡാൽ ദിയേ थे. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ വഴി ഇങ്ങനെയുള്ള ആളുകളുടെ കുട്ടികളെ ഫ്രീ ആയിട്ട് ഹോസ്റ്റലില് പറഞ്ഞു വിട്ടു. तृप्ति दी उनसे कह रही थी कि वे कभी कभी बच्चों से मिलने जाया करे, मगर वह जानती थी कि उनके लिए वह मुश्किल है, आने जाने का भाड़ा तक उनके पास नहीं होता. അപ്പോ ഈ തൃപ്തി ദി ആണെങ്കിൽ ഈ പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോ പറയാണ്, നിങ്ങള് കുട്ടികളെ അവിടെ ഹോസ്റ്റലിൽ പറഞ്ഞു വിട്ടു എന്ന് വിചാരിച്ചിട്ട് അവരെ കാണാൻ പോവാതിരിക്കരുത്, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവരെ കാണാൻ പോയിക്കോളൂ എന്ന്. പക്ഷെ ഇത് പറയുമ്പോ ഈ തൃപ്തി ദിക്ക് തന്നെ അറിയാം അവരെ കൊണ്ട് അതിന് പറ്റില്ല എന്ന്. കാരണം ഈ ഹോസ്റ്റലിലേക്ക് പോയി വരാനുള്ള ഭാടാന്ന് വെച്ചാൽ അതിനുള്ള വാടക, അതിനുള്ള ചെലവ് പോലും ഇവരുടെ കയ്യിൽ ഇല്ല. തൃപ്തി ദി കോ ബാത് ബാത് മേ तो यह तो हाल है दोहराने की आदत थी. അപ്പം ഈ തൃപ്തി ദിക്കാണെങ്കിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ तो ये तो हाल है എന്ന് പറയുന്ന ഒരു ശീലമുണ്ട്. ദുഹ്റാന എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യുക എന്നാണ് കേട്ടോ. ശ്യാമിലി ने पूछा कि क्या यह സിനി ആശ കിസി ബംഗാലി ബാബുനെ ഷുറൂ കിയാ था. അപ്പൊ ശ്യാമിലി ചോദിക്കുകയാണ്, ഈ സിനി ആശ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഏതെങ്കിലും ബംഗാളി ആയിട്ടുള്ള ആള് ഉണ്ടാക്കിയതാണോ എന്ന്. തൃപ്തി दी ने बताया कि यह किसी आयरलैंड वासी की देन है. वह भारत के विभिन्न आस्थाओं, मंदिरों, जन्म, पूर्व जन्म, आत्मा, परमात्मा आदि के बारे में जानने के लिए आया था, मगर यहाँ के सड़कों और फुटपाथों में रोते भागते गरीबों, नशेड़ियों के बच्चों और अनाथों को देखकर उसने
സിനി ആശ സ്ഥാപിത് കിയ. അപ്പോ തൃപ്തിദി പറയാണ് ഇത് നമ്മളുടെ നാട്ടിൽ ആരും ചെയ്തതല്ല, അയർലൻഡിൽ താമസിച്ചിരുന്ന ഒരാൾ ചെയ്തതാണ്. അദ്ദേഹം ഭാരതത്തിന്റെ വിഭിന്ന ആസ്ഥാവോ എന്ന് വെച്ചാൽ ഭാരതത്തിലെ ഡിഫറെന്റ് ആയിട്ടുള്ള വിശ്വാസങ്ങള്, അതുപോലെ തന്നെ പലതരം മന്ദിർ അമ്പലങ്ങള്, പിന്നെ ജന്മ പൂർവ്വജന്മ ആത്മാ പരമാത്മ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ റോഡുകളിലും ഫുട്പാത്തിലൊക്കെ കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ, അതേപോലെ തന്നെ നഷേഡിയും ഒക്കെ വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കുട്ടികൾ, അതുപോലെ തന്നെ കുറെ അനാഥര് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ആക്കി ഉൻകോ ഭവിഷ്യക്കിലിയെ ബച്ചാ സക്കെ. എന്താണ്, അവരിന് ഒരു ഫ്യൂച്ചർ അവർക്ക് ഉണ്ടാവില്ലേ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ ജീവൻ ബാക്കി വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചത്. ഭാരതീയോ को तो पूजा पाठ धर्मशालाएं तीर्थ यात्रा और मंदिर निर्माण से फुर्सत कहाँ है. ഈ അയർലൻഡിലത്തെ ഒരാൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി, പക്ഷെ ഭാരതത്തിലെ ആളുകൾക്ക് പൂജാ പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന, അതുപോലെ തന്നെ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നത്, തീർത്ഥയാത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞിട്ട് നാട്ടിലെ കുട്ടികളെ കുറിച്ചും മറ്റാളുകളെ കുറിച്ചും ചിന്തിക്കാൻ എവിടെയാണ് സമയം എന്നാണ് ചോദിക്കുന്നത്. സിനി ആശാ കോ വിദേശ് സെ ഫണ്ട് മിൽത്താ ഹൈ, इससे हम उन बच्चों को कम से कम നൈറ്റ് ഷെൽട്ടർ തോ ദേ സക്തേ ഹെ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനുള്ള ഫണ്ടൊക്കെ ഫോറിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഫണ്ട് കൊണ്ട് ഈ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് കംസെ കം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും കുറഞ്ഞത് നൈറ്റ് ഷെൽട്ടർ എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റൂലോ, കിടക്കാനായിട്ടൊരു ഇടമെങ്കിലും കൊടുക്കാൻ പറ്റൂലോ. ബാത് കർത്തെ വക്ത് ഉൻസെ മിൽനെ ജുനിയ ഓർ മംഗള കെ മായി ബാപ്പ് ആയി. അങ്ങനെ ഈ ശ്യാമിലിയുടെയും തൃപ്തിയുടെയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജുനിയയുടെയും അതുപോലെ തന്നെ മംഗളയുടെയും പാരന്റ്സ് തൃപ്തിദീനെ കാണാൻ വേണ്ടി വരുന്നത്. തൃപ്തിദി ഉൻസെ ബാത് കർനെ ലഗി. വ കഹ രഹി थी कि यह कैसे बच्चे पाले हैं आपने, इन दोनों ने फिर से यह सब किया तो हम इन्हें यहाँ से निकाल देंगे. അപ്പം ഈ പാരന്റ്സിന്റെ അടുത്ത് തൃപ്തിദി സംസാരിക്കുമ്പോൾ ചോദിക്കുകയാണ്, എങ്ങനത്തെ കുട്ടികളെയാണ് നിങ്ങൾ ഈ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്, ഇവർ രണ്ടുപേരും ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കുട്ടികളെ ഇവിടുന്ന് പുറത്താക്കുന്നു പറയാണ്. ദോനോ ലഡ്കിയോ കാ പിതാ रंग मिश्री था और माँ सब्जी बेचती थी. അപ്പൊ ഈ കുട്ടികളുടെ അച്ഛൻ ഒരു പെയിന്റർ ആയിരുന്നു, അതുപോലെ തന്നെ അമ്മ വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. दोनों लड़कियां घर में दिन भर अकेली रहती थी. तब माँ बाप ने सिखाया था कि किसी अनजान व्यक्ति के साथ कहीं मत जाना. അപ്പൊ ഈ കുട്ടികളാണെങ്കിൽ പാരന്റ്സ് പുറത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവര് മാത്രമാണ് വീട്ടിലുണ്ടാവുക. അതുകൊണ്ട് ഇവരെ പാരന്റ്സ് തന്നെയാണ് ഈ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അറിയാത്ത ആളുകളുടെ കൂടെ എങ്ങോട്ടും പോകരുത് എന്ന്. फिर किसी से उन्हें सिनी आशा के बारे में पता चला. അങ്ങനെ ആരുടെയോ അടുത്തുനിന്ന് ഇവർ ഈ സിനി ആശയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ കുട്ടികളെ ഇവിടെ കൊടുന്നാക്കാണ്. बच्चे और माँ बाप दोनों ही बच्चों को हॉस्टल भेजने की बात को लेकर दुखी थे. കുട്ടികളും പാരന്റ്സ് ഈ കുട്ടികളെ ഹോസ്റ്റലിലാക്കുന്നതിനെ കുറിച്ചിട്ട് विषमतिलाയിരുന്നു. पर और कोई रास्ता नहीं था तो बच्चों को 10-10 रुपये देकर वहां छोड़ाए. അപ്പം വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഈ കുട്ടികൾക്ക് രണ്ടുപേർക്കും 10 रुपीस ഈച്ച് വെച്ചിട്ട് കൊടുത്തിട്ട് പാരന്റ്സ് കുട്ടികളെ ഹോസ്റ്റലിലാക്കിയിട്ട് വന്നു. हॉस्टल में बच्चों को घुटन सी होने लगी क्योंकि वहां सख्त नियमों का पालन करना पड़ता था. അപ്പം ഈ ഒരു ഹോസ്റ്റലിൽ കുട്ടികൾക്ക് ഘുട്ടൻ എന്ന് പറഞ്ഞ സഫക്കേഷൻ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയാണെങ്കിൽ സഖ്ത് നിയമമൊക്കെ പാലൻ കർണ പെടുത്താത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ട് വരാറുണ്ട്. വർന ഡാഡ് പടുത്തി അല്ലെങ്കിൽ വഴക്ക് കേൾക്കും. तो एक दिन दोनों लड़कियों ने हॉस्टल छोड़ दिया और स्टेशन पहुंची मगर वहां की भीड़ भाड़ देखकर वे डर के मारे रोने लगी. അങ്ങനെ ഈ രണ്ട് കുട്ടികൾ ഒരു ദിവസം ഹോസ്റ്റൽ അധികൃതർ കാണാതെ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാണ്. എന്നിട്ട് അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ സ്റ്റേഷൻ വരെ എത്താനുള്ള പൈസയൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ സ്റ്റേഷനിൽ വന്നിട്ട് ഇത്രയും ഭീഡ് ഭാഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്ക് കണ്ടപ്പോൾ അവർക്ക് പേടിയായി, അവർ കരയാനായിട്ട് തുടങ്ങി. यह देखकर किसी ने उन्हें थाने पहुंचा दिया. थाने से सिनी आशा तक बात पहुंची तो उन्होंने बच्चियों को
लेने के लिए उनकी एक महिला स्टाफ को भेज दिया. അങ്ങനെ ഈ കുട്ടികൾ കരയുന്നത് കണ്ടപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ഈ കുട്ടികളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ സിനി ആശയിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്താണ്, അവരുടെ ഒരു സ്റ്റാഫിനെ ഈ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടാമെന്ന്. മഗർ महिला जब तक उन्हें लेकर ट्रेन में बैठी तब लड़कियां शोर मचाने लगी, हम इन्हें नहीं जानते, यह हमें पकड़कर ले जाएंगी और बदमाशों को बेच देंगी. അപ്പോ ഈ കുട്ടികളാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പോരുന്നത് വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സ്ത്രീയുടെ കൂടെ ട്രെയിനിൽ കയറിയ വശം ഈ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാല് ഇവര് അലറി വിളിക്കാൻ തുടങ്ങി. ഈ സ്ത്രീയെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ ഇവര് പിടിച്ചു കൊണ്ടുപോവാണ്, ഇവര് മോശപ്പെട്ട ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് വിൽക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കാൻ വേണ്ടി തുടങ്ങി. യഹ് സുൻത്തെ ഹേ എന്നല്ല കേട്ടോ, യഹ് സുൻത്തെ ഹി यात्री बच्चा चोर कहकर महिला को ही मारने लगे और कहने लगे कि उसे चलती ट्रेन से बाहर फेंक दे. അപ്പോ കുട്ടികൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഇത് കേട്ട് നിന്ന ആൾക്കാര് ഈ ഒരു സ്ത്രീനെ ബച്ചാ ചോറെന്ന് വിളിച്ചിട്ട് അതിനെ അടിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഈ സ്ത്രീയെ പുറത്തേക്ക് എറിയണം എന്നാണ് ആൾക്കാര് പറഞ്ഞുകൊണ്ടിരുന്നത്. മഗർ ട്രെയിൻ മേ കുച്ച് വിവേക് ഇൻസാൻ ബി ഥേ, പക്ഷെ ട്രെയിനിലെ കുറച്ച് വിവേകമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഉൻഹോനെ മാംല थाने तक पहुंचा दिया तो महिला की जान बच गई थी. അങ്ങനെ അവരാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് എല്ലാവർക്കും എല്ലാ സത്യങ്ങളും മനസ്സിലായി. അതുകൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു. श्यामिली दी को इन लड़कियों का किस्सा बताने के बाद तृप्ति दी पिंगी के बारे में बताने लगी. കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഉസ്കി ഫയൽ ശ്യാമിലി ദി കോ തയ്യാർ കർണി थी. അപ്പോ ഈ രണ്ട് കുട്ടികളുടെ കാര്യം പറഞ്ഞതിന് ശേഷം തൃപ്തി ദി എന്ത് ചെയ്തു, പിങ്കി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. കിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റോറി എന്നാണ്, കഹാനി എന്ന് പറഞ്ഞാലും സ്റ്റോറി എന്നാണ്. അപ്പോ ആ കുട്ടീനെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങി. ആ കുട്ടിയുടെ ഫയൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശ്യാമിലിയുടെ അടുത്ത ജോലി. തൃപ്തി ദി കഹ രഹി थी कि पिंकी बड़ी विचित्र है, നൃത്യ ഓർ സംഗീത് ഉസ്കെ രഗോ മേ ഥ. അപ്പോ ഈ തൃപ്തി ദി പറയാണ് ഈ കുട്ടി വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, വിചിത്രമായിട്ടുള്ള ഒരു കുട്ടിയാണ്. നൃത്തം ചെയ്യുക അതേപോലെ തന്നെ സംഗീതം, ഇത് രണ്ടും ആ കുട്ടിയുടെ ബ്ലഡിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ജന്മസിദ്ധമായിട്ട് കിട്ടിയത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഈ പാട്ടും ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണത്. ഉസ്കി കഹാനി യഹ് ഹൈ കി ഉസ്കി മാ രണ്ടി थी और उस बच्ची को भी उस नरक में घसीट लिया. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നോർമലി ഈ രണ്ടി എന്നുള്ള വാക്ക് സാധാരണ ഉപയോഗിക്കില്ല, അതൊരു കേഴ്സ് വേർഡ് ആയിട്ടാണ് സാധാരണയില് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് വേശ്യ എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ വേർഡാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ വേർഡ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോ ഈ കുട്ടിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അമ്മ ഒരു വേശ്യയായിരുന്നു. അങ്ങനെ ആ കുട്ടീനെയും അതിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയി ഈ അമ്മ. സോന गाची में रहती थी. पिंकी की 11 वर्ष से 14 वर्ष के बीच में उसके साथ कई बार बलात्कार किया गया है. അങ്ങനെ ഈ സോനഗാച്ചിയിലാണ് അമ്മ താമസിച്ചിരുന്നത്. അമ്മ വേശ്യയായിരുന്നു. ഈ കുട്ടിക്ക് പിങ്കിനെ 11 വയസ്സ് മുതൽ 14 വയസ്സിന്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടി ബലാത്കാർ കർണാന്ന് വെച്ചാൽ റേപ്പ് ചെയ്യുക എന്നാണ്. യഹ് സബ് ഉസ്കെ മാ കെ ഹി ഗ്രാഹക് थे. അതാണെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഈ കുട്ടീനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. एक दिन उसकी स्कूल की एक लड़की ने उससे पूछ लिया कि उसकी माँ वेश्या है क्या. पिंकी ने उस लड़की का सर दीवार पर दे मारा. तब से उसे अंतराग्राम मेंटल हॉस्पिटल में पागलों और मंदबुद्धियों के साथ रखा गया था. അപ്പോൾ ഇനിയാണ് ആ കുട്ടിയുടെ ശരിക്കുള്ള സ്റ്റോറി പറയുന്നത്. ഒരു ദിവസം സ്കൂളിൽ വെച്ചിട്ട് ഒരു കുട്ടി പിങ്കിയുടെ അടുത്ത് ചോദിച്ചു, നിന്റെ അമ്മ വേശ്യാണോ എന്നുള്ളത്. ഇത് കേട്ട വശം പിങ്കിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്നിട്ട് ആ കുട്ടിയുടെ തല പിടിച്ചിട്ട് ഒരു വോളിൽ ഇടിച്ചു. അപ്പോ ഈ ഒരു വയലന്റ് ആയിട്ടുള്ള ബിഹേവിയർ കണ്ടപ്പോ പിങ്കിനെ അന്തരാഗ്രാം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. അവിടെ ഉള്ള മറ്റ് മെന്റൽ ആയിട്ടുള്ള പേഷ്യൻസ് അതുപോലെ തന്നെ മന്ദബുദ്ധികളുടെ കൂടെയാണ് ഈ കുട്ടീനെ അവര് വെച്ചിട്ടുണ്ടായിരുന്നത്. യഹ് സബ് ഉസ്കി ഫയൽ മേ ലിഖ് ദി ഗയി. ഇത് ആ കുട്ടീനെ കുറിച്ചിട്ടുള്ള ഫയലിൽ എഴുതിയിട്ടുണ്ട്. പിങ്കി को वहां पर घुटन सी होती थी. उसने डॉक्टर से कहा भी था कि वह पागल नहीं है और उसे बाहर भेज दें. അപ്പം പിങ്കിക്ക് ആണെങ്കിൽ എന്താണ് ഭ്രാന്തൊന്നും ഇല്ല. അപ്പോൾ അവിടെ ആണെങ്കിൽ പിങ്കി സഫക്കേഷൻ എടുക്കാൻ വേണ്ടി തോന്നി. ഡോക്ടറിന്റെ അടുത്ത് പിങ്കി പറഞ്ഞു, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല, എന്നെ ഇവിടുന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കണമെന്ന്. മഗർ ഡോക്ടർ को सिर्फ 2 बातों में रुचि थी, वेतन लेना और पागलों को शांत करना. പക്ഷെ ഡോക്ടറിന് ആകെ 2 കാര്യത്തിൽ
കാര്യത്തിലാണ് രുചി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്, മന്ത്ലി പേ ചെക്ക് വാങ്ങിക്കുക, സാലറി വാങ്ങിക്കുക, അതേപോലെ തന്നെ അവിടെയുള്ള മെന്റൽ പേഷ്യൻസിനെ ശാന്തരാക്കുക എന്നുള്ളത്. സഹാനുഭൂതി ദിഖാനെ കെ ബജായ് ഡോക്ടർ ने पिंकी को चेतावनी दी कि वह उसे चेन से बांधकर रखेगा. അപ്പൊ ഈ കുട്ടിയുടെ അടുത്ത് സഹാനുഭൂതി കാണിക്കുന്നതിന് പകരം ഡോക്ടർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പിങ്കിക്ക് ഒരു വാർണിംഗ് കൊടുത്തു. ചേതാവ്നി ദേനാന്ന് വെച്ചാൽ വാൺ ചെയ്യാന്നാണ്. നീ അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒരു ചെയിൻ വെച്ച് കെട്ടി ഇടും ഇവിടെന്ന്. ഗുസ്സേമേ ആക്കർ പിങ്കിനെ ഉസ്കെ ഹാത്ത് പർ കാട്ട് ദിയ. അപ്പോൾ ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന പിങ്കി എന്ത് ചെയ്തു, ഈ ഡോക്ടറിന്റെ കയ്യിൽ കടിച്ചു. फिर उसे दिन भर कुत्तों की तरह चेन से बांध कर रखा गया. അതിന്റെ റിസൾട്ട് ആയിട്ട് ഈ കുട്ടീനെ ആ ഒരു ദിവസം മുഴുവൻ പട്ടികളെ വെക്കുന്നത് പോലെ കെട്ടിയിടുന്നത് പോലെ ചങ്ങല വെച്ച് കെട്ടിയിട്ടിരുന്നു. മഗർ ഏക് സൈക്യാട്രിസ്റ്റ് की മെഹർബാനി സേ വ സിനി ആശ പਹੁंची. അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ ദയവ് കാരണം ഈ കുട്ടി സിനി ആശയിലെത്തി. श्यामिली को उसका फाइल तैयार करना था तो तृप्ति दी ने बताया कि पिंकी से बात करते वक्त ध्यान रखना, क्योंकि जब भी उसके अतीत के बारे में बात करो तो वो അശാന്ത് ഹോ ജാത്തി ഹെ. അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് തൃപ്തി പറയാണ്, ശ്യാമിലി നിനക്ക് അവളുടെ ഫയൽ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷെ നീ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ പാസ്റ്റിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ആ കുട്ടി വയലന്റ് ആവും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു. ശ്യാമിലി ദി ने भी ठान लिया कि वह पिंकी से सच बुलवाकर रहेगी. ശ്യാമിലി ദിയും വിചാരിച്ചു എന്താണ്, ഈ കുട്ടിയുടെ അടുത്ത് സത്യം പറയിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന്. फिर एक दिन वार्षिकोत्सव की तैयारियां चल रही थी. मंच पर नाचती पिंकी किसी अप्सरा से कम नहीं लग रही थी. അപ്പോൾ ഒരു ദിവസം ഈ ഒരു സിനി ആശയുടെ വാർഷികമായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് പിങ്കി സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ആ കുട്ടീനെ ഒരു അപ്സരസ് ആയിട്ടേ തോന്നുള്ളൂ. वह बहुत खुश थी, मगर जब वह मंच से उतर आई तो एक लड़की ने पूछ लिया कि उसे यह नृत्य उसकी माँ ने सिखाया था क्या. അപ്പം കുട്ടി ഡാൻസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ വേറൊരു ഗേൾ എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇത്രയും നല്ല ഡാൻസ് നിന്റെ അമ്മയാണോ പഠിപ്പിച്ചു തന്നത് എന്ന്. അപ്പോ കാര്യം എന്താന്ന് വെച്ചാൽ ഈ പിങ്കി വേറെ എവിടെയും പോയിട്ട് ഇതിന് ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ആ കുട്ടി ജനറലി ചോദിച്ചതാണ്. कोई भी उसकी माँ का जिक्र करे यह उसे बिल्कुल पसंद नहीं था. उसे इतना गुस्सा आ गया कि उस लड़की का बायां हाथ ही मोड़ दिया. അപ്പോൾ ഈ പിങ്കി എന്ന് പറഞ്ഞ കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മേനെ കുറിച്ച് ആരെങ്കിലും സിക്ർ കർണാന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുന്നത് പോലെ ഇഷ്ടമല്ല. അപ്പൊ ആ കുട്ടി വയലന്റ് ആവും. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് പിടിച്ച് തിരിച്ചു വെച്ചു. फिर से पिंकी को मेंटल हॉस्पिटल भेजने की बातें होने लगी. അപ്പോൾ ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും പിങ്കിനെ വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി തുടങ്ങി. कुछ दिनों में दुर्गा पूजा थी. यह एक खुशहाल समय था जब पूरा कोलकाता सजाया जाता था और സിനി ആശാക്കെ ബच्चे अपने अपने घर लौट जाते. അപ്പൊ ഈ കൊൽക്കത്തയിലെ വലിയൊരു ത്യോഹാറാണ് ഈ ദുർഗാ പൂജ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദുർഗാ പൂജയുടെ സമയത്ത് സിനി ആശയിലെ എല്ലാ കുട്ടികളും അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. മഗർ ജോ ബच्चे യഹി രഹ ജാത്തെ ഉൻകെ ലിയെ ബഹുത് കഠിൻ സമയ था वह. പക്ഷെ ചില കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ അവർ അനാഥരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കണ്ടീഷൻ ഭയങ്കര മോശമായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ ഈ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇവിടുന്ന് പുറത്തു പോവാറില്ല. അപ്പൊ അവരിവിടെ ഒറ്റപ്പെടുമ്പോൾ അവരുടെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. श्यामिली दी पिंकी के पास जा खड़ी हुई, उससे कहा कि उसे पूजा दिखाने ले जाएंगी. അപ്പോൾ പിങ്കിയുടെ അടുത്ത് പോയിട്ട് ശ്യാമിലി ദി പറയാണ്, നിനക്ക് ഞാൻ പൂജ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാമെന്ന്. പിങ്കി पहले उत्सुक हुई, फिर बोली कि उसे नहीं जाना. वह जाकर भोला का देखभाल करने लगी. അപ്പോൾ ആദ്യം ഒന്ന് എക്സൈറ്റഡ് ആയി പിങ്കി. എന്നിട്ട് ശ്യാമിലി ദിയുടെ അടുത്ത് പറഞ്ഞു, വേണ്ട, എനിക്ക് പൂജ കാണാൻ പോകണ്ട, ഞാൻ ഭോലേന്റെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. भोला एक नया लड़का था, उसे उसी दिन സിയാലദ സ്റ്റേഷൻ സെ ലായ ഗയാ ഥാ. അപ്പോൾ ഭോല എന്ന് പറയുന്നത് അവിടെ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്. സിയാലദ സ്റ്റേഷനിൽ നിന്നാണ് ആ കുട്ടീനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉസ്കെ മാ ബാപ് നഷ കാ ദന്ദ കർത്തേ ഥേ. നഷേന്നാണ് കേട്ടോ, നഷേന്നാണ് എഴുതേണ്ടത്. ഉസ്കെ മാ ബാപ് നഷേ കാ ധന്ദ കർത്തേ ഥേ और उसे भी ലത്ത് ലഗ് ഗയി ഥി. അപ്പൊ ഈ കുട്ടിയുടെ പാരന്റ്സ് ഡ്രഗ്സിന്റെ ബിസിനസ്സിലായിരുന്നു. ഡ്രഗ്സിന്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പൈസ ഉള്ള ആൾക്കാരല്ല, ഈ സാധാരണക്കാര് ഡ്രഗ്സ് യൂസ് ചെയ്യും, പിന്നെ ഡ്രഗ്സ് സെല്ല് ചെയ്യും, അങ്ങനെയുള്ള
ഗരീബായിട്ടുള്ള ഒരു കുട്ടിയാണ്, ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. പക്ഷെ അവർക്ക് ഡ്രഗ്സിന്റെ ഡീലിങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പാരന്റ്സ് ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഈ കുട്ടിക്ക് നഷേക്ക് ലത് ലഗ് ജാന എന്ന് പറഞ്ഞാല് അഡിക്ഷൻ വന്നു. പിങ്കി ഉസ്കാ ഖയാൽ റഖ് രഹി थी. कुछ समय बाद आकर ട്ടോ ഇവിടെ बाद എന്നുണ്ട്. कुछ समय बाद आकर श्यामिली दी से पूछा क्या आप मुझे मेरी ठाकुर माँ के पास ले जा सकती है. അപ്പോ ഈ ഒരു ഭോല എന്ന് പറഞ്ഞ കുട്ടീനെ കെയർ ചെയ്തതിന് ശേഷം പിങ്കി എന്ത് ചെയ്തു, ശ്യാമിലി ദിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു എന്റെ ഠാക്കുർ മായിനെ കാണാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകുന്നു. ഈ ഠാക്കുർ മായുടെ ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓ പോലെ എഴുതുന്ന ഠായാണ് കേട്ടോ. ഇതിലിപ്പോ ഠായിയുടെ ഠ പോലെയാണ് കിടക്കുന്നത്, അതല്ല മറ്റേ ഠായാണ്, ഓ പോലെ എഴുതുന്ന ഠ. ഠാക്കുർ മാ കെ പാസ് ലേ ജാ സക്തി ഹെ. അപ്പോ പിങ്കി വന്നിട്ട് ചോദിക്കുകയാണ് എന്നെ എന്റെ ഠാക്കുർമാനെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. ഠാക്കുർമാ എന്ന് പറഞ്ഞാൽ പിങ്കിയുടെ ദാദിയാണ്. മഗർ തൃപ്തി ദീനെ യ മനാ കർ രഖാ ഥാ. പക്ഷെ തൃപ്തി ദി പ്രത്യേകം ശ്യാമിലി ദിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടീനെ ഠാക്കുർമാനെ കാണിക്കാനും കൊണ്ടുപോകരുതെന്ന്. ക്യോങ്കി അഗർ പിങ്കി की अपनी दादी को मिलने जाने की बात उसकी माँ को पता चली तो वह उसको फिर से उसी गंदगी में घसीट लेगी. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിങ്കി ദാദീനെ കാണാൻ പോയ വിവരം പിങ്കിയുടെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും ആ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പിങ്കിനെ വലിച്ചഴച്ച് കൊണ്ടുപോകും. ഘസീട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചഴക്കുക എന്നാണ്. तो श्यामिली ने एक उपाय बताया कि वह दादी को सीनी आशा ले आएंगी पिंगी से मिलाने, मगर पिंगी को इसके बदले अपने अतीत के बारे में सारा सच बताना होगा താക്കി വ ഫയൽ തയ്യാർ കർ സക്കെ. അപ്പോ ശ്യാമിലി പറയാണ് ഞാനൊരു ഐഡിയ പറയാം, ദാദീനെ കാണാൻ വേണ്ടിയിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഞാൻ ദാദീനെ ഇങ്ങോട്ട് വിളിച്ച് കൊണ്ടുവരാം. അതിന് ഇൻ റിട്ടേൺ ആയിട്ട് നീ എനിക്ക് എന്ത് ചെയ്യണം, നിന്റെ അതീതിനെ കുറിച്ചിട്ട് നിന്റെ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരണം. അപ്പോഴാണ് എനിക്ക് നിന്റെ ഫയൽ റെഡിയാക്കാൻ പറ്റുള്ളൂ എന്ന്. യഹ് സുനത്തെ ഹി പിങ്കി ഗുസ്സാ ഹോ ഗയി. ഉസ്സെ ശാന്ത് കർക്കെ ബാത് കർനെ കെ ബാദ് ശ്യാമിലി ദി കോ സാരാ സച്ച് പത്താ ചല. അപ്പോ ഇത് കേട്ടപ്പോൾ പിങ്കി ദേഷ്യപ്പെട്ടു. പക്ഷെ ആ കുട്ടീനെ കാം ഡൗൺ ചെയ്തിട്ട് കുട്ടിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ശ്യാമിലി ദിക്ക് എല്ലാ സത്യവും മനസ്സിലായത്. ജിतना पिंकी के अतीत ने उसका नुकसान नहीं किया उससे ज्यादा फाइल ने किया है. അപ്പോ പിങ്കിക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം അവളുടെ പാസ്റ്റ് അല്ല, പക്ഷെ ഈ ഫയലുകളാണ്. वह पहले एक लड़के से प्रेम करती थी, समीर नाम था उसका. उससे पिंकी ने कहा था कि उसकी माँ एक काम वाली है जो घरों के काम करती है, उसकी दादी बूढ़ी है इसलिए उसे सीनी आशा में रखा गया है. അപ്പോ മുൻപ് ഈ സിനി ആശയിൽ വന്നിട്ട് ആ കുട്ടിയുടെ ജീവിതം കുറച്ച് ബെറ്റർ ആയ സമയത്ത് അവൾക്ക് ഒരു ബോയിന്റെ അടുത്ത് ഇഷ്ടമുണ്ടായിരുന്നു. മ്യൂച്വൽ ആയിട്ട് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടായിരുന്നു. ആ ബോയിന്റെ പേര് സമീർ എന്നായിരുന്നു. അപ്പം ഈ സമീറിന്റെ അടുത്ത് പിങ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ അമ്മ സോനാഗാച്ചിയിലാണ് താമസിക്കുന്നത്, പക്ഷെ അവിടെ വേശ്യ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, അതിന് പകരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വീടുകളിൽ മെയ്ഡായിട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അമ്മ. പിന്നെ ഈ ദാദി വളരെയധികം പ്രായം ചെന്നു, അതുകൊണ്ടാണ് എന്നെ ഈ सिनी आशയിൽ നിർത്തിയേക്കുന്നത്. मगर समीर ने ऑफिस के क्लर्क को घूस देकर फाइलें निकाली और सारा सच जानने के बाद उसने पिंकी से रिश्ता तोड़ दिया. പക്ഷെ സമീർ ആണെങ്കിൽ ഇവളുടെ കൂടെ ഉള്ളപ്പോഴും എന്തൊക്കെയോ സെർച്ചിങ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സിനി ആശയിലെ ക്ലർക്കിനെ ഘൂസ് ദേക്കർ എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തിട്ട് ഫയലുകൾ എടുപ്പിച്ചു. അങ്ങനെ എല്ലാ സത്യവും മനസ്സിലായപ്പോൾ പിങ്കിനായിട്ടുള്ള ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാണ് ചെയ്തത് സമീർ. യह सब सुनने के बाद श्यामिली दी ने उसके फाइल में स्याही फेर दी और कहा फाइल ही तो है, एक बनाकर रख दूंगी, बनाने तक ही सबको दिलचस्पी है, पढ़ता कौन है. यह सुनकर पिंकी का चेहरा खिल उठा. अब वह अपने अतीत को पीछा छोड़कर ऊंची उड़ाने भर सकेगी. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ഈ ശ്യാമിലി ദി എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് പിങ്കിയുടെ റെക്കോർഡ്സിൽ കുറച്ച് ഇങ്ക് എടുത്തിട്ട് ഒഴിച്ചു. അങ്ങനെ ആ ഒരു റെക്കോർഡ്സിനെ ആർക്കും കാണാൻ പറ്റാത്ത പോലെ ആക്കി. അപ്പൊ പിങ്കി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഫയൽ കൊടുത്തില്ലെങ്കിൽ അതോറിറ്റിന്ന് പ്രശ്നം ഉണ്ടാവില്ലേന്ന്. അപ്പൊ ശ്യാമിലി ദി പറയാണ് എല്ലാവർക്കും ഫയൽ ഉണ്ടാക്കി വെക്കാനുള്ള ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ദിൽചസ്പി എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് എന്നാണ്. ഇൻട്രസ്റ്റ് രണ്ടും ഇൻട്രസ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോ അതിൽ മാത്രമാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലാണ്ട് ഈ ഫയലൊക്കെ ആരാണ് എടുത്ത് വായിക്കുന്നത് എന്ന് ശ്യാമിലി ദി പറയാണ്. അപ്പോ അത് ചെയ്യുക വഴി ശ്യാമിലി ദി കുട്ടീനെ സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. കാരണം നിന്റെ അതീത് ആരും വായിക്കാൻ പോകുന്നില്ല, പിന്നെ ഇനി ഞാൻ എന്താണോ ഈ ഫയലിൽ എഴുതി വെക്കുന്നത് അതാണ് അവർ വായിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ കെയർ ഫ്രീ ആയിട്ട് നിനക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഐഡിയ ആണ് ശ്യാമിലി ഈ പിങ്കിയുടെ അടുത്ത് കൺവേ ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ പിങ്കിയുടെ ഫേസിൽ വളരെയധികം ഹാപ്പിനെസ് കാണാനുണ്ടായിരുന്നു. ഇനിയെങ്കിലും പിങ്കിക്ക് തന്റെ അതീതിനെ പിന്നിൽ വിട്ടിട്ട്, പാസ്റ്റിനെ പിന്നിൽ വിട്ടിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് ശ്യാമിലി ദി ആഗ്രഹിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.